എല്ലാവർക്കും നമസ്കാരം. പരിപാവനമായ ഈ മണ്ഡലകാലത്ത് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഭാഗവതത്തിന്റെ മഹാത്മ്യത്തെ എല്ലാവരിലും എത്തിക്കുവാനായി പത്മപുരാണാന്തർഗതമായ ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളെ 41 ദിവസം കൊണ്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് 3-ാം ദിവസം. അധ്യായം 1 25 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളെ ഇന്ന് പാരായണം ചെയ്യുകയും ചെറുതായിട്ട് അതിന്റെ സാരം കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ദിത്സ നമ്പ്യാരാണ്. ഇന്ന് നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരു കുട്ടിക്ക് പ്രത്യേക ഒരു സാഹചര്യങ്ങളിൽ ഇന്ന് പങ്കെടുക്കാൻ പറ്റാതായിപ്പോയി. അതുകൊണ്ട് 2-3 ദിവസം കൊണ്ട് ആണ് ദിത്സ ഇതിലേക്ക് പ്രിപ്പയർഡ് ആയത്. ദിത്സയ്ക്ക് വേറൊരു ദിവസം ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൂടാതെ ഷെഡ്യൂൾ ചെയ്തത് കൂടാതെ ഇപ്പൊ പെട്ടെന്ന് ഇതൊന്ന് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് എല്ലാവരോടും ഒരു ക്ഷമ ചോദിക്കുകയാണ്. കുഞ്ഞിനെ പെട്ടെന്നാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നേ. മറ്റേ കുട്ടിക്ക് ഒരു അസൗകര്യം പെട്ടെന്ന് വന്നതുകൊണ്ട്. പിന്നെ ഞാനപ്പാനെയും ഏകശ്ലോക ഭാഗവതം ചൊല്ലുന്നത് തീർത്ഥ മനോജ്. രണ്ടുപേരും ഈ 2 കുട്ടികളും നമ്മുടെ ആർഷവിദ്യാപീഠത്തിലെ എല്ലാ ക്ലാസ്സുകളിലും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന മിടുക്കി കുട്ടികളാണ്. 2 പേരെയും ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ദിത്സ നമ്പ്യാരെ പരിപാടി അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ. തേജോ വാരിമൃധാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മ പ്രോച്ചിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തത്ക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാ ജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം
अध्यात्मदीपमतितितीर्षतां तमोऽन्तम् संसारिणां करुणयाः पुराणगुह्यम् तं व्याससूनुमुपयामि गुरुं मुनीनाम् मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् यं ब्रह्मा वरुणेन्द्ररुद्रमरुत स्तुन्वन्ति दिव्यैस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणा देवाय तस्मै नमः। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारका वेदवेद्यं परं ब्रह्म भासतां पुरतो मम भूतैर्महद्भिर्य इमाः पुरो विभु निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मक सोऽलङ्कृशिष्ट भगवान् വചാന്തി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മഹാത്മ്യം അധ്യായം 1 25 മുതൽ 36 വരെയുള്ള ശ്ലോകങ്ങളാണ്. കുമാരാഊചുഃ കഥം ബ്രഹ്മൻ ദീനമുഖാ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യത്തെ കുത്ര കുതശ്ചാഗമനം തവ ഇദാനീം ശൂന്യചിത്തോऽസി ഗതവിത്തോ യഥാ ജനാ തവേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തത നാപശ്യം കുത്രചിത് ശർമ്മ മനസ്സന്തോഷകാരകം കലിനാ ധർമ്മമിത്രേണ ധരേയം ബാധിതാധുനാ. സത്യം നാസ്തി തപഃശൗചം ദയാദാനം ന വിദ്യത്തെ ഉദരം ഭരിണോ ജീവാ വരാകാഃ കൂടഭാഷിണഃ. മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാ ഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്താഃ സപരിഗ്രഹാഃ. തരുണീ പ്രഭുതാ ഗേഹേ ശാലകോ ബുദ്ധിദായകഃ കന്യാ വിക്രയിണോ ലോഭാ ദമ്പതീനാം ച കൽക്കനം. ആശമായവനൈരുദ്ധാ തീർത്ഥാനി സരിതസ്ഥതാ ദേവതായന്തനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂഷഃ. ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സക്രിയോ നരഃ കലിദാവാനലേനാദ്യ സാധനം ഭസ്മതാം ഘൃതം.
अट्टशूला जनपदा शिवशूला द्विजातयः कामिन्यः केशशूलिन्यः सम्भवन्ति कलाविहान् एवं पश्यन् कलेर्दोषान् पर्यडन्नवनीमं यामुनं तडमापन्नो യത്ര ലീലാഹരേരഭൂതം. ഇനി നമുക്ക് ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. സനകാദികൾ നാരദരോട് ചോദിച്ചു, ഹേ ബ്രഹ്മൻ, എന്താണ് അങ്ങയുടെ മുഖം വാടിയിരിക്കുന്നത്? എന്തു വിചാരത്തിലാണ് ദുഃഖിക്കുന്നത്? ഏതു ദിക്കിലേക്കാണ് അങ്ങ് ഇത്ര വേഗത്തിൽ നടക്കുന്നത്? ഏതു ദിക്കിൽ നിന്നാണ് അങ്ങ് ഇവിടേക്ക് വന്നത്? ധനം നഷ്ടപ്പെട്ട മനുഷ്യനെ പോലെ അങ്ങിപ്പോൾ ശൂന്യമായ മനസ്സോടു കൂടിയവനായിരിക്കുന്നു. ഒന്നിനോടും സംഘമില്ലാത്ത അങ്ങേക്ക് ഇത് ഉചിതമല്ല. എന്താണ് ഇതിന് കാരണം? അപ്പോൾ നാരദർ പറഞ്ഞു, ഞാൻ ഭൂമി സർവോത്തമമാണെന്നറിഞ്ഞ് ഭൂലോകത്തിലെത്തിയപ്പോൾ പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം മുതലായ തീർത്ഥസ്ഥലങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞു. ഒരിടത്തും മനസ്സിന് സുഖമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന സുഖം കണ്ടില്ല. കലി എന്ന അധർമ്മത്തിന്റെ കൂട്ടുകാരനാൽ ഈ ഭൂമി ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു. കലിയുഗത്തിൽ സത്യമില്ല, സത്യത്തെ അറിയാനുള്ള തപസ്സുമില്ല, ശരീര മനോബുദ്ധികൾക്ക് ശുദ്ധി കൊള്ളുന്ന ദയയുമില്ല, ദാനവുമില്ല. മനുഷ്യർ സ്വന്തം വയറു നിറക്കുന്നതിൽ മാത്രം തത്പരരാണ്. എല്ലാത്തിനെയും നിസ്സാരമായി കാണുന്നവരും കളവ് പറയുന്നവരുമാണ്. കലിയിൽ എല്ലാവരും മന്ദന്മാരും മന്ദബുദ്ധികളുമാണ്. മന്ദമായ ഭാഗ്യത്തോടെ കൂടിയവരാണ്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും വേദവിഹിതമായ സത്യവും തപസ്സും ധർമ്മവും ഒക്കെ നശിപ്പിച്ചു കളയുന്നവരുമാണ്. വിഷയവിരക്തിയുള്ളവരെങ്കിലും വിവാഹം കഴിച്ചവനാണ്. വീടുകളിൽ അധികാരം തരുണികളായ സ്ത്രീകൾക്കായിരിക്കുന്നു. മറ്റുള്ളവരെ ദ്രോഹിക്കുകയോ ഹിംസിക്കുകയോ ചെയ്യുന്നവരാണ് ബുദ്ധി ഉപദേശിക്കുന്നത്. പണത്തിനായി കന്യകമാരെ വിൽക്കുന്നു. ദമ്പതിമാർ പരസ്പരം കലഹമുണ്ടാക്കുന്നു. ആശ്രമങ്ങൾ ദുഷ്ടന്മാർ കൈയടക്കി മറ്റാരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. തീർത്ഥസ്ഥലങ്ങളും നദികളും ഒക്കെ അങ്ങനെ തന്നെ. ക്ഷേത്രങ്ങൾ ഭൂരിഭാഗവും ദുഷ്ടന്മാരാൽ നശിപ്പിക്കപ്പെടുന്നു. യോഗിയോ ജ്ഞാനിയോ സിദ്ധനോ സത്കർമ്മങ്ങളോ കാണാനില്ല. കലിയാകുന്ന കാട്ടുതീയിൽ എല്ലാം ഭസ്മീകരിക്കപ്പെടുന്നു. യോഗാനുഷ്ഠാനമോ തപസ്സോ സത്കർമ്മങ്ങളോ നടക്കുന്നില്ല. ജനങ്ങൾ കൂടി താമസിക്കുന്നിടത്ത് അന്നവിൽപ്പനശാലകൾ ധാരാളം ഉണ്ടാകുന്നു. ബ്രാഹ്മണർ വേദം പഠിക്കുന്നതിനും പകരം വേദം വിൽക്കുകയാകുന്നു. കലികാലത്തിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്രകാരം കലിദോഷങ്ങളെ നോക്കിക്കൊണ്ട് ഭൂമിയിൽ പലയിടത്തും സഞ്ചരിച്ച ഞാൻ ശ്രീകൃഷ്ണ ലീലകൾ നടന്നിരിക്കുന്നതായ യമുനാ നദിയുടെ തീരത്തിലെത്തി. ഈ മണ്ഡലമാസത്ത് ഇത്രയും ഈ പ്രഭാഷണം ചെയ്യാനുള്ള അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സാറാ. തീർത്ഥാമനോജ്. ആദൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഹേതദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ
കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല ഇനി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പിനെല്ലാവരും നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും നരി ചത്തു നരനായി പിറക്കുന്നു നാരി ചത്തുടനോരിയായി പോകുന്നു കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു ഈശ്വരന്റെ വിലാസങ്ങൾ ഇങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്രേ നേടുന്നു കർമ്മങ്ങൾക്കു വിള നീലമാകിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയ നിർണയം ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയി ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിട്ടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം ചത്തു പോന്നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനോരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. സായിരാം മോളെ നന്നായിട്ട് ചൊല്ലി കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രണ്ടുപേർക്കും. ചേട്ടാ സായിരാം. സായിരാം. ദിൽഷ നമ്പ്യാര് ആ കുഞ്ഞിനെ ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. ആ പാരായണ ഭാഗത്തിന്റെ അർത്ഥം പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇന്ന്
സമൂഹത്തിൽ നടക്കുന്ന സത്യാവസ്ഥകളാണ് ബോധിപ്പിച്ചിരിക്കുന്നത്. ഇതൊന്ന് തരണം ചെയ്യാനായിട്ട് ഈ ഭാഗവതത്തെ ആശ്രയിക്കുക മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് ദിൽസ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ആ പരമമായ സത്യത്തെ ഉൾക്കൊള്ളുകയും ഭാഗവത്തെ ആശ്രയിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ദിൽസയ്ക്ക് ഉറപ്പ് തരികയാണ്. അക്ഷരം പ്രതി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ ആ കാര്യങ്ങൾ മുഴുവൻ. അതുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹമാണ് അഹൈതക വിർവാസിന്ധുവായ ഭഗവാൻ ഈ ഭാഗവതം കയ്യിലെടുക്കാനായിട്ട് ദിൽസയെ പ്രേരിപ്പിച്ചതും രക്ഷാകർത്താക്കൾ അതിന് വേണ്ട പിന്തുണ നൽകിയതും പരമേശ്വരൻ സാർ പഠിപ്പിക്കാനായിട്ട് ഭഗവത് നിയോഗത്താൽ കഴിഞ്ഞതും എല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ശ്രദ്ധാഭക്തി വിശ്വാസത്തോടുകൂടി ദിൽസ ദിവസവും വായിക്കണം. അത് ദിൽസയ്ക്ക് മാത്രമല്ല ഉന്നതി തരുന്നത് കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട കേട്ടോ. പിന്നെ തീർത്ഥ മനോജ് മനോഹരമായിട്ട് ആ കീർത്തനങ്ങളൊക്കെ ചൊല്ലി രണ്ടുപേരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ എന്നെ കൊണ്ട് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ സത്യങ്ങളെ പിന്തുടരാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സായിറാം. നമസ്കാരം. ദിൽസയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ 2-3 ദിവസമേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ദിൽസ 2-3 മാസങ്ങളായി പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടിലും ഭംഗിയായിട്ട് അത്ര മനോഹരമായിട്ടാണ് പാരായണം ചെയ്തത്. അതുപോലെ തന്നെ അത്രയും കോൺഫിഡന്റ് ആയിട്ട് വളരെ വ്യക്തമായ രീതിയിൽ കലിയെക്കുറിച്ച് നാരദൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ പറഞ്ഞു. അതിമനോഹരമായിരിക്കുന്നു. ദിൽസയ്ക്ക് അഭിനന്ദനങ്ങൾ. തീർച്ചയായും തന്നെ അതേപോലെ വളരെ കോൺഫിഡന്റ് ആയി നല്ല ഉച്ചത്തിൽ ഭംഗിയായി നന്നായി ജ്ഞാനപ്പാന പാരായണം ചെയ്തു. 2 കുട്ടികൾക്കും ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാക്കട്ടെ. സന്തോഷം. ഇനിയും അടുത്ത് വരുന്ന കുട്ടികളുടെയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഇതിനേക്കാട്ടിലും കൂടുതൽ നല്ല കുട്ടികളായിരിക്കും, നല്ല പെർഫോമൻസ് ആയിരിക്കും ഇനിയും വരാനുണ്ടായിരിക്കുക. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും ഇൻ അഡ്വാൻസ്. നമസ്തേ. ദിൽസയുടെ ട്രേഡ് മാർക്കാണ് ആ മുഖത്തെ ചിരി. ഞാനിപ്പോഴും പറയാറുണ്ടല്ലോ, ദിൽസ വളരെ നന്നായിട്ട് ചൊല്ലി, നന്നായിട്ട് പറഞ്ഞു മോളെ. പ്രിപ്പറേഷൻ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. നന്നായിട്ട് പറഞ്ഞു, നല്ല വോയിസ് മോഡുലേഷൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനിയും നന്നായിട്ട് പറയാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർത്ഥ അതുപോലെ, തീർത്ഥ മോള് നന്നായിട്ട് ചൊല്ലിട്ടോ, നല്ല ഈണത്തില്. ഓക്കെ, 2 പേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. ഹരേ കൃഷ്ണ. ദിൽസ മോളെ വളരെ ഭംഗിയായി മോള് പാരായണം ചെയ്തു. ഇത് 2 ദിവസം പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ള പ്രായമുള്ളവർ കിടന്ന് തപ്പും എവിടെയാണ് പിരിക്കേണ്ടതെന്നൊക്കെ. മോള് പക്ഷെ കറക്റ്റായിട്ട് അത് പിരിക്കുകയും ആ ഉച്ചാരണമൊക്കെ വളരെ ഭംഗിയായി. സാറിന് വളരെ നമസ്കാരം ഇങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിന്. ദിൽസയ്ക്ക് ഈ ഭാഗവതം മുഴുവനും ഇങ്ങനെ ഈ 18,000 ശ്ലോകവും വായിക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അത് മാത്രമല്ല മോള് പറഞ്ഞ ആ കലിയുടെ ആ ഒരു നാരദൻ എങ്ങനെയാണോ ആ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അതേപോലെ അർത്ഥം അങ്ങനെ പറഞ്ഞു. എല്ലാവരും കൂടുതൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന, മതിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോ ഇതിൽ നിന്ന് തരണം ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മോള് പറഞ്ഞു തരികയാണ്. എല്ലാവരും ഭാഗവതം കയ്യിലെടുക്കണം, ഭഗവാനെ വിളിക്കണം. ഇങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾക്കൊക്കെ തന്ന സ്വാമിയർമഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. മോൾക്ക് പ്രത്യേകം നമസ്കാരം തന്നെ പറയാം. അങ്ങനെ തന്നെ നീ ഇന്നൊരു ആചാര്യ മാതിരിയായിരുന്നു. വളരെ നന്നായിരുന്നു മോളെ. ജ്യോതി അതേപോലെ വളരെ നന്നായി ഈണത്തിൽ നല്ല ഭംഗിയായി കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ എപ്പോഴും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.
സായിരാം. നാളത്തെ പ്രോഗ്രാം, നാളെ 4-ാം ദിവസം ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് പ്രഭാഷണം നടത്തുന്നത് അദ്വൈത് കൃഷ്ണ, ജ്ഞാനപ്പാനയും ഏകശ്ലോക ഭാഗവതവും ചൊല്ലുന്നത് പൂജം മനോജ്. രണ്ടുപേരും നമ്മുടെ ആർഷവിദ്യാപീഠത്തിലെ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ഇന്നത്തെ പോലെ തന്നെ എല്ലാവരും നാളെയും പ്രസന്റായി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. ഈ സന്ദേശം ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മുടെ മഠത്തിന്റെ ലക്ഷ്യമേ അതാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിൽ കൂടി എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഒരു കുട്ടി നല്ല രീതിയിൽ പെരുമാറിയാൽ ആ വീട്ടിലുണ്ടാകുന്ന സന്തോഷം ചില്ലറയൊന്നുമല്ല. അതേപോലെ മോശമായാൽ ആ വീടിന്റെ എല്ലാ സമാധാനവും നശിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ളൊരു കാര്യം, മഹത്തരമായിട്ടൊരു കാര്യം എന്ന് ഭഗവാൻ ബാബ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ബാലവികാസിലൂടെ ലോകവികാസ് എന്ന് മധുച്ചേട്ടൻ എപ്പോഴും പറയുന്നത്. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. കുട്ടികളെ നേരാക്കി നല്ല വഴിക്ക് നയിക്കാൻ നമ്മുടെ മാക്സിമം നമ്മൾ പരിശ്രമിക്കുക. അതിന് ഇപ്പോൾ എല്ലാ പാരൻസും ആ കാര്യത്തിൽ വളരെയധികം സഹകരിക്കുന്നുണ്ട്. ഇനിയും മറ്റുള്ള പാരൻസിലേക്കും ഈ സന്ദേശം എത്തിക്കുക, കുട്ടികളെ ഈ വഴിയിലേക്ക് വരുവാനായിട്ട് പ്രേരിപ്പിക്കുക. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ശ്രീരാമേന്ദ്ര സ്വാമി ഹനുമത് സ്വാമി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. സായിരാം സർ.